രുചിയുള്ള ചിക്കൻ ബിരിയാണി കുക്കറിൽ തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി 300 ഗ്രാം വലിയുള്ളിയും 250 ഗ്രാം തക്കാളിയും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വലിയൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഗ്രൈൻഡ് ചെയ്ത് വരാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാലപ്പൊടി, മുളക് പൊടി ഈ തക്കാളിയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുതിന, മല്ലിച്ചപ്പ്, കരിയേപ്പിൻ്റെ ഇല കൂടി മസാലയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 കിലോ ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മുൻപേ തന്നെ ഞാൻ വലിയൊരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കാൻ മറക്കരുത്, അതിൽ കാണിച്ചിട്ടില്ല. ബിരിയാണി അരി വേവിക്കാൻ വേണ്ടി 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ടുണ്ട്. വലിയൊരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബിരിയാണി അരി കഴുകിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഈ ചോറ് വേവുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 200 ഗ്രാം ഓയിലും 50 ഗ്രാം ആർക്കേജ് നെയ്യുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നൈസായിട്ടരിഞ്ഞ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ അണ്ടിയും കിസ്മിസും ചേർത്ത് കൊടുക്കുക. പിന്നീട് കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ബിരിയാണി ആയി വരുമ്പോൾ കുക്കറിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ഊറ്റിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ലെയറായിട്ട് നമുക്ക് ഇതിലേക്ക് ചോറ് തട്ടിക്കൊടുക്കണം. കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ചോറ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം മുകളിൽ കുറച്ച് ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത ഉള്ളിയും അണ്ടിയും കിസ്മിസും എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുക. വെറും 20 മിനിറ്റ് മാത്രം മതി കുക്കറിൽ ഇങ്ങനെ ബിരിയാണി തയ്യാറാക്കാൻ. 20 മിനിറ്റിൽ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ്, പിന്നെ 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കണം. വിസിലിടാതാണ് വേവിക്കേണ്ടത്. 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലൂടെ വെള്ളവും ആവിയും വരുന്നത് കാണാം. ഒരു 10-20 മിനിറ്റ് കുക്കർ തുറക്കാതെ തന്നെ വെച്ചിട്ട് അതൊന്ന് സെറ്റാവാൻ ടൈം കൊടുക്കണം. അതിനുശേഷം നമുക്ക് മുകളിലുള്ള ചോറൊക്കെ വിളമ്പി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മറ്റൊരു പാത്രത്തിലേക്ക് കായവും മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.